ഇന്നത്തെ ടോപ്പിക്ക് രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റമാണ്. ആ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം അതിന് പറയുന്ന വേറൊരു പേരാണ് എൻ്റെ ഗ്ലോബൽ റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്ലോബൽ റെഗുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഗ്ലോബൽ റെഗുലേറ്ററി സിസ്റ്റം. ഇനി ഈ ടു കമ്പോണൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്ലോബൽ റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം മൈക്രോ ഓർഗാനിസം അല്ലേ. മൈക്രോ ഓർഗാനിസത്തിന് എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ, ഇതൊരു എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ ആണെങ്കിൽ, അതായത് പലതരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ടെമ്പറേച്ചറുണ്ട്, അല്ലെ സലൈനിറ്റി ഉണ്ട്, പിന്നെന്താണ് pH ഉണ്ട്. അങ്ങനെയുള്ള അതെല്ലാം കൂടുകയും ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുള്ള പലതരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടേഴ്സ് മൂലം ഈ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവിറോൺമെൻറ്റിൽ ജീവിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉള്ളൊരു സിസ്റ്റമാണ് എന്ത്? ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം. അതായത് നമ്മളിപ്പോഴാണെങ്കിലും ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കുന്നില്ലേ, തണുപ്പ് വരുമ്പോൾ നമ്മളതുപോലെ പിടിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ചൂട്, തണുപ്പ്, അങ്ങനെയുള്ള ക്ലൈമറ്റ് കണ്ടീഷനിൽ, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? സർവൈവ് ചെയ്യുന്നുണ്ട്. അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദ മൈക്രോ ഓർഗാനിസം ആർ ടെൻ ടു അഡ്ജസ്റ്റ് ടു വൈഡ് വെറൈറ്റി ഓഫ് എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ. അതായത് പലതരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ആർക്ക് പറ്റും? മൈക്രോ ഓർഗാനിസത്തിന് പറ്റും. അഡാപ്റ്റ് വെൽ ടു ചേഞ്ചിങ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്. അതായത് പലതരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻ ടെമ്പറേച്ചർ, സലൈനിറ്റി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കണ്ടീഷനോട് അതിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്രീഷൻ ഡിപ്ലീഷൻ, ഡെസിക്കേഷൻ, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, ടെമ്പറേച്ചറിലുണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരിക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർവേഷൻ, ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ അതിനെന്ത് ചെയ്യണം? സർവൈവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഈ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എല്ലാ ചേഞ്ചസ് നടക്കാനും ഒരു റെഗുലേറ്ററി സിസ്റ്റം, അതായത് റെഗുലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിതിനെ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു ബാക്ടീരിയ. ആ ബാക്ടീരിയയുടെ സറൗണ്ടിങ്സിൽ എന്തുണ്ട്? ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ്. ഇനി ഈ ഗ്ലൂക്കോസ് ഹൈ എമൗണ്ടിൽ പ്രസൻ്റ് ആകുമ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എൻസൈംസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഈ ബാക്ടീരിയ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സമയത്ത് യൂസ് ചെയ്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയും. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയ ഇത് അറിഞ്ഞില്ല, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞത് അറിയാതെ ഇത് വീണ്ടും ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയ ഡെഡായിപ്പോവും. പക്ഷേ ഈ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്യുന്നു? ഈ ബാക്ടീരിയ മനസ്സിലാക്കുന്നു എൻവിറോൺമെൻറ്റിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനായിരിക്കും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ളത്. ആ കണ്ടീഷനിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീൻസിനെ അല്ലെങ്കിൽ എൻസൈംസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഏത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, ഏത് ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് ജീൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയക്കകത്ത് നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്.